ഹായ് ഹലോ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയോ, ഈ കടലിൻ്റെ ഇപ്പോഴത്തെ ഒരു കാഴ്ച കാണിക്കാനാണ്. കാര്യം ഇത് വൈകിട്ടാകുമ്പോഴത്തേക്ക് ലോ ടൈഡാവും. ഭയങ്കര വെയിൽ കാരണം കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇത്രയും കടലുണ്ട്. ഈ കടലൊന്നും വൈകിട്ടാകുമ്പോഴത്തേക്ക് ഉണ്ടാവില്ല, ഫുൾ ഡ്രൈ ആവും. നല്ല അടിപൊളി ലോ ടൈഡാവും. അപ്പം നമുക്ക് അടിപൊളി കുറേ കാഴ്ചകൾ കാണാൻ പറ്റും. സൺസെറ്റിൻ്റെ സമയത്താണ്. അപ്പം അത് നിങ്ങളൊന്ന് കാണിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് രാവിലെ തന്നെ വന്നതാണ്. നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യാം വൈകിട്ടത്തേക്ക് എങ്ങനെയായി മാറുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതേ നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഒരു പാറ പോലും കാണുന്നില്ല. ഒരേ ഒരു പാറ തെളിഞ്ഞ് കാണും. അത് അതിനെ പ്രസാദ് മുട്ടം എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു ഇവിടുത്തെവർ. അപ്പോൾ അതെ ഇങ്ങനെയാണ് ഇപ്പോൾ രാവിലെ കാണുന്ന കാഴ്ച. ഇതിപ്പോൾ ഹൈ ടൈഡാണ്. ഹൈ ടൈഡ് ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് പതുക്കെ പോയിട്ട് ഫുൾ ഡ്രൈ ആവും. ഈ കാണുന്ന സൈഡ് നാട് മേജറായിട്ട് രണ്ടായിട്ടാണ് ഉള്ളത്, ഈസ്റ്റേൺ സൈഡ്, വെസ്റ്റേൺ സൈഡ്. ഈ കാണുന്നത് ഈസ്റ്റേൺ സൈഡാണ്. അപ്പോൾ ഈസ്റ്റേൺ സൈഡിൻ്റെ ഒരു പ്രത്യേകത തന്നെ കുറേ പാറയൊക്കെ ആയിരിക്കും. ഇവിടെ നമുക്ക് ലോ ടൈഡ് ആകുമ്പോൾ നിങ്ങൾക്ക് കാണാം എത്രത്തോളം പാറയുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഈസ്റ്റേൺ സൈഡിലാണ് പാറയുള്ളത്. പക്ഷെ കുളിക്കാനൊക്കെ അടിപൊളി ശരിക്കും ഇവിടെയാണ്. കാര്യം വേവ്സ് ഒക്കെ വരുമ്പോൾ നല്ല അഡ്വഞ്ചറസ് ആയിരിക്കും. പക്ഷേ നമുക്ക് കടലൊക്കെ കുളിച്ചാൽ അതിൻ്റെ ആ ഒരു രസം കഴിഞ്ഞ് കയറുമ്പോഴത്തേക്ക് കാലിൻ്റെ അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞിട്ടുണ്ടാവും. അത്രയും പാറയുണ്ട്. നിങ്ങളിപ്പോൾ വൈകിട്ട് നമ്മുടെ ലോ ടൈഡിൻ്റെ വീഡിയോ വരുമ്പോൾ കാണാം എത്രത്തോളം പാറയുണ്ടെന്ന്. പക്ഷേ മറ്റേ വെസ്റ്റേൺ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ വേവ്സും ഇല്ല, ഇതേപോലെ പാറകളൊന്നും ഉണ്ടാവില്ല. ഭയങ്കര പ്ലെയിൻ ആയിരിക്കും. രണ്ട് ഞാൻ കമ്പാരിസൺ കാണിച്ചു തരാം. അവിടുത്തെ ബീച്ച് ലോ ടൈഡിന് ഞാൻ നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഈ സൈഡിലത്തെ ഈസ്റ്റേൺ സൈഡിലത്തെ പ്രത്യേകത ഇങ്ങനെയൊക്കെയാണ്. കണ്ടില്ലേ, ഇതൊക്കെ കടലിൽ നിന്ന് വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്ന പാറകളൊക്കെയാണ്, കല്ലൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വൈകിട്ട് ഇപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കി പിടിച്ചോ വൈകിട്ട് ഈ ബീച്ച് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ വൈകിട്ട് കാണാം. ഇതിപ്പോൾ നമ്മളുള്ളത് രാവിലെ കണ്ട അതേ സ്ഥലത്ത് വൈകിട്ട് 5 മണിക്കുള്ള ഒരു കാഴ്ചയാണ്. ഇപ്പോൾ ലോ ടൈഡ് ഒരു 4 മണി മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഫുള്ളായിട്ടൊന്നും ഡ്രൈ ആയില്ല. പക്ഷെ എന്നാലും കുറച്ച് അങ്ങ് പോകുമ്പോഴത്തേക്ക് ഒട്ടും വെള്ളമില്ലാണ്ടായിരിക്കും. ഈ ഒരു ടൈമിൽ കുട്ടികളൊക്കെ സ്കൂളും കഴിഞ്ഞിട്ട്, ഈ ഒരു ഭാഗത്തുള്ളത്തെ കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞിട്ട് മീൻ പിടിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് വരും. ചെറിയ കുപ്പിയിലൊക്കെ ആയിട്ട് ഒരു അക്വേറിയം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഇവർ. അപ്പം ഇങ്ങനെ കടലൊക്കെ ഡ്രൈ ആയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുഞ്ഞു കുണ്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ പെട്ട് കിടക്കുന്ന കുറേ കുഞ്ഞു മീനൊക്കെ ഉണ്ടാവും. അതിനൊക്കെ പിടിക്കാനാണ് അവർ വരുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, അവിടെ വലിയ അധികം പാറയില്ല, ഒരു പാത്ത് പോലെ അല്ലേ കടലിലേക്ക്. ഇവിടെ പണ്ട് ഇത് നമ്മുടെ ജീനയുടെയൊക്കെ വീടിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവർ ഇവിടുത്തെ ഈ പാറയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതാണ് കുളിക്കാനുള്ളതും കടലിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെയൊക്കെ നമുക്ക് രാവിലെ കുളിക്കാൻ പറ്റാത്ത ഒരു ഏരിയ ആണ്. കാര്യം ഇവിടെയൊക്കെ നല്ല തിര വരുന്ന അത്യാവശ്യം ആഴമുള്ള കടലുള്ള സമയമാണ്. അതാണ് ഇങ്ങനെ ഡ്രൈ ആയി നിൽക്കുന്നത്. പിന്നെ കാണാൻ ഒരുപാട് കൗതുക കാഴ്ചകളുണ്ടാവും. ഇപ്പോൾ വിസിറ്റേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിനാണെങ്കിൽ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ചുകൂടി അടിപൊളി ആയിരിക്കും. ഇതൊരു റെയർ കാഴ്ചയാണ്. അറബിക് മന്ത് 14-നും അതേപോലെ 28-നും ആണ് ഇതേപോലെ കടൽ ഇങ്ങനെ ഡ്രൈ ആവുന്നത്, ഫുള്ളായിട്ട് വറ്റിയിട്ടുണ്ടാവും. പിന്നെ അതേപോലെ പലരും വരുന്നത് പല പലർക്കും പല ആവശ്യങ്ങളായിട്ടൊക്കെയാണ് ഈ ലോ ടൈഡിൻ്റെ സമയത്ത് കടലിലേക്ക് ഇറങ്ങുന്നത്. കുഞ്ഞുകുട്ടികൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മീൻ പിടിക്കാനാണെങ്കിൽ വലിയ ആൾക്കാർക്ക്, സ്ത്രീകളൊക്കെ ഉണ്ടാവും വലയൊക്കെ വെച്ചിട്ട്. ഈ പാറയൊക്കെ ഉണ്ടല്ലോ, ഒരു കുഞ്ഞു വലയൊക്കെ വെച്ചിട്ട് പാറ ഇങ്ങനെ ഫുള്ളായിട്ട് മൂടി മീൻ പിടിക്കുന്നൊരു പരിപാടിയുണ്ട്. അത് പാറ മൂടലെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇത് ലോ ടൈഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഈ ഒരു ഏരിയയിലൊക്കെ കാണുന്നത്. ഞാൻ രാവിലെ കാണിച്ച ആ വലിയ പാറയാണ് ആള് നിൽക്കുന്നതിൻ്റെ അവിടെ. അതാണ് പ്രസാദ് മുട്ടം എന്ന് പറഞ്ഞിട്ട്. അവിടെ പണ്ടൊരിക്കൽ ഒരാൾ മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയാണ് ആ പ്രസാദ് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി. അതുകൊണ്ടാണ് ആ പാറയ്ക്ക് ആ ഒരു പേര് വന്നതെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. മാത്രമല്ല എത്രയും വലിയ കടലുണ്ടെങ്കിലും ആ പാറ അങ്ങനെ തന്നെ നിൽക്കും.
അതിന് കടൽ എത്ര വന്നു കഴിഞ്ഞാലും പാറയുടെ ഒരു ചെറിയ ഭാഗമാണെങ്കിൽ നമുക്ക് വിസിബിളായിട്ട് നിൽക്കും അവിടെ. സൺസെറ്റിൻ്റെ സമയം പറയാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ നമ്മുടെ ഐലൻഡ്. ഇത് ഇപ്പോൾ പാറയുള്ള ഈസ്റ്റേൺ സൈഡാണ് നമ്മുടെ നാട്ടിൽ പാറയുള്ളത്. ലക്ഷദ്വീപിലത്തെ എല്ലാ ഐലൻഡിലും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മറ്റുള്ളവർക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അറിയാൻ വേണ്ടിയാണ്. കാര്യം കവരത്തി അങ്ങനെയാണ്, ഈസ്റ്റേൺ സൈഡാണ് ഇതേപോലെ വലിയ വലിയ പാറക്കെട്ടൊക്കെ ഉള്ളത്. ഈ കാണുന്നത് ഒരു ആൽഗയാണ് കേട്ടോ. ഇതിൻ്റെ പേര് അഡിനോസൈറ്റിസ് യുട്രിക്കുലാരിസ് എന്നാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ഉള്ളിൽ ഫുൾ വെള്ളമാണ്, കടൽ വെള്ളം തന്നെയാണ്. നമുക്ക് പൊട്ടിച്ചാൽ കാണാൻ പറ്റും. ഇത് നമ്മൾ ചെറുപ്പത്തിൽ നിന്നൊക്കെ ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പൊട്ടിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കടൽ വെള്ളം തെറിച്ച് വരും. അപ്പോൾ ഇതൊരു സീവീഡാണ്, ആൽഗയാണ്. ഇങ്ങനെ പാറകളിലൊക്കെ ഈ കാണുന്ന പ്രദേശത്തൊക്കെ അതുണ്ടാവും. ഇതൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ കബഡി എന്ന് പറയും. അപ്പോൾ ഇത് പെറുക്കാൻ തന്നെ കുറേ ആൾക്കാരൊക്കെ വരുമായിരുന്നു പണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇല്ലീഗലാണ്, ഇതെടുക്കാൻ പാടില്ല. കാര്യം ഇത് മെറൈൻ എക്കോസിസ്റ്റത്തിനെ ബാലൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഇല്ലീഗലാണ്. ഇതെടുക്കുന്നത് ഇപ്പോൾ ഇവിടെ പുറത്തുനിന്നൊക്കെ വരുന്ന വിസിറ്റേഴ്സൊക്കെ ഇതെടുത്തത് പോലീസിൻ്റെ കണ്ണിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ആക്ഷൻസൊക്കെ എടുക്കും. പിന്നെ നോക്കിയപ്പോഴത്തേ ഒരു സ്റ്റാർ ഫിഷ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ വന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ കുട്ടികൾ, അവർക്ക് ഞാൻ പറഞ്ഞില്ല സ്റ്റാർട്ടിങ്ങിൽ, അവർക്ക് ഭയങ്കര രസമുള്ളൊരു ടൈമാണ്. ഇപ്പം മൺസൂൺ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ലോ ടൈഡ് ഇങ്ങനെ വരുന്നത്. മൺസൂൺ ടൈമിൽ ലോ ടൈഡ് ഇതേപോലെ കാണില്ല. അപ്പോൾ പലപ്പോഴും മൺസൂൺ ടൈമിൽ ലോ ടൈഡേ ഉണ്ടാവാറില്ല. അപ്പോൾ മൺസൂണിന് ശേഷം, മൺസൂൺ മാറിയുന്നതിന് ഒരു എക്സാമ്പിളും കൂടിയാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവല്ലേ കുട്ടികളൊക്കെ എന്താണ് ഇത്രയും ആവശ്യത്തോടെ നോക്കുന്നതെന്ന്. അപ്പോൾ അത് കടലിൽ ഒരു മലഞ്ഞി എന്ന് പറഞ്ഞിട്ട് കടൽ പാമ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഈൽ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെ കണ്ട് പേടിച്ചിട്ട് അതിനെ തുരത്താനൊക്കെ നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് ഒരു കളിയായിട്ടൊക്കെ, അതൊന്നും ചെയ്യത്തൊന്നുമില്ല, അത് അതിൻ്റെ പാട്ടിനൊക്കെ പോകും. ഇപ്പോൾ പിള്ളേർക്ക് പെട്ടെന്ന് കാണുന്ന ആവശ്യത്തിൽ പേടിപ്പിക്കും കൂടെയുള്ളവരെ. ഇപ്പം ചെത്തതാ ഇത് ആദംഭൂതം നോക്കട്ടെ. അങ്ങനെ നമ്മൾ കടലിൽ കുറേ അലഞ്ഞു തിരിഞ്ഞ് ആകുമ്പോഴത്തേക്ക് തന്നെ സൺസെറ്റിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. സൺസെറ്റിൻ്റെ ഒക്കെ ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ ആൾക്കാർ കയറി തുടങ്ങും. മാത്രമല്ല നല്ലൊരു അടിപൊളി കാഴ്ചകളും കൂടി ഉണ്ടായിരുന്നു. ഷിപ്പ് ഇന്ന് ഈസ്റ്റേൺ ജെട്ടിയിൽ ബേർത്ത് ചെയ്തതാണ് കാണുന്നത്. ഇത് എനിക്ക് തോന്നുന്നു കോറൽ ഷിപ്പാണ്. ഇത് പൊതുവേ ഈസ്റ്റേൺ ജെട്ടിയിലാണ് ബേർത്ത് ചെയ്യുന്നത്. റഫ് വെതറിലാണ് ബേർത്ത് ചെയ്യാൻ പറ്റാണ്ട് നമ്മൾ ബോട്ടിൽ പാസഞ്ചേഴ്സിനെ കപ്പലിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇന്നത്തെ മൊത്തത്തിലൊരു അടിപൊളി ഡേ ആയിരുന്നു. ഈ ഒരു ടൈം നാട്ടിൽ വരുന്നവർ ഈ ഒരു കാഴ്ചകൾ കാണണം എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് കാണാൻ തന്നെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.